ഫൈനലി ദൃശ്യം 3 കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഒരുപാട് മിക്സഡ് റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ദൃശ്യം 3യുടെ ഹോണസ്റ്റ് റിവ്യൂ അറിയുവാനാണ് താല്പര്യമെങ്കിൽ വീഡിയോ മുഴുവനായി ഒന്ന് കണ്ടു നോക്കൂ. ഇതിനോടകം തന്നെ പല ആളുകളും ഇതിനെക്കുറിച്ച് വളരെ നെഗറ്റീവായും പോസിറ്റീവായും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരുപാട് എക്സ്പെക്റ്റേഷനുമായിട്ട് നിങ്ങൾ ഈ മൂവി പോയി കാണരുത്. കാരണം ദൃശ്യം 1 ഇറങ്ങിയതിന് ശേഷം ദൃശ്യം 2ക്കായി നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു കിടിലം മൂവി തന്നെയായിരുന്നു ജിത്തു ജോസഫ് നമുക്ക് സമ്മാനിച്ചിരുന്നത്. 1ഉം 2ഉം നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പെക്റ്റേഷൻ ലെവലുമായിട്ടാണ് നിങ്ങൾ 3 കാണാൻ പോകുന്നത് എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നിരാശയായിരിക്കും വരാൻ പോകുന്നത്. അതിനർത്ഥം മൂവി മോശമാണ് എന്നല്ല. മൂവി കണ്ട പല ആളുകളും അവർക്ക് ഫസ്റ്റ് ഹാഫാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, സെക്കൻഡ് ഹാഫ് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുന്ന റിവ്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കാര്യം നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാളും ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് മൂവി കുറച്ച് ലാഗായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജിത്തു ജോസഫ് പറഞ്ഞതുപോലെ ദൃശ്യം 3 ഒരു ഇമോഷണൽ ഡ്രാമയായിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ലാലേട്ടൻ അവതരിപ്പിച്ച ജോർജ് കുട്ടി എന്ന ആ ഫാമിലി മാൻ ദൃശ്യം 1ൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമുക്ക് ദൃശ്യം 3യിലും കാണാൻ സാധിക്കുന്നത്. അത്രയ്ക്കും ഒരേപോലെയാണ് ലാലേട്ടൻ ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ മീന, എസ്തർ, അൻസിബ, സിദ്ദിഖ്, മുരളി ഗോപി അങ്ങനെ എല്ലാവരും നന്നായി തന്നെ അഭിനയിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലാണ് മുഴുവൻ ട്വിസ്റ്റുകളും കൊണ്ടുവരുന്നത്. എന്നാൽ ദൃശ്യം 1ലും 2വിലും കണ്ടതുപോലെയുള്ള ട്വിസ്റ്റുകളല്ല. ദൃശ്യം 1ഉം 2ഉം ഇറങ്ങിയതിന് ശേഷം ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ജിത്തു ജോസഫിന് ദൃശ്യം 3യിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. പുള്ളിക്കാരൻ അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് ദൃശ്യം 2 ചെയ്ത് അവസാനിപ്പിച്ചിരുന്നത്. ദൃശ്യം 3യിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വളരെ ആകാംക്ഷയോട് കൂടി കാത്തിരുന്നതിന് ശേഷം ഫൈനലി ഇന്ന് മൂവി പോയി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഇതൊരു ഓക്കെ മൂവിയാണ്. ദൃശ്യം 1ഉം 2ഉം കണ്ട് ഒരുപാട് ട്വിസ്റ്റുകളും അല്ലെങ്കിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിലുണ്ട് എന്ന് കരുതി നമ്മൾ പോയി കാണുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു നിരാശ വരുവാനാണ് സാധ്യത കൂടുതൽ. എങ്കിലും മൂവി നല്ല രീതിയിൽ തന്നെയാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ദൃശ്യം 4നുള്ള വിത്ത് ജിത്തു ജോസഫ് അവിടെ ഇട്ടുവെച്ചിട്ടാണ് മൂവി അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ പുറത്തു വരുന്ന റിവ്യൂസ്, പോസിറ്റീവ് റിവ്യൂ പറയുന്നവർ ഒരുപാട് ഹൈപ്പായിട്ടാണ് മൂവിയെക്കുറിച്ച് പറയുന്നത്. പക്ഷെ അത്രയ്ക്കും ഹൈപ്പൊന്നും മൂവിക്കില്ല. ഇതൊരു ഓക്കെ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്തായാലും ഒരു 1 ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മൂവി മാത്രമാണ്. പിന്നെ നെഗറ്റീവ് റിവ്യൂ ഇടുന്നവർ വളരെ മോശമായിട്ടാണ് മൂവിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത്രയ്ക്കും ഒരു മോശമായ പടമൊന്നുമല്ല. ജിത്തു ജോസഫ് ദൃശ്യം 1ഉം 2ഉം 3യും ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതിലെല്ലാം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ദൃശ്യം 1 തന്നെയാണ്. കാരണം ദൃശ്യം 1നെ ബീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി ആയിട്ടല്ല എനിക്ക് ദൃശ്യം 2വിനെ തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ദൃശ്യം 3 കണ്ടപ്പോഴും എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയി നിൽക്കുന്നത് ദൃശ്യം 1 തന്നെയാണ്. ഇനി ദൃശ്യം 4ലേക്ക് ജിത്തു ജോസഫ് ഇനി എന്ത് ട്വിസ്റ്റുകളാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഞാനും കാത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയട്ടെ. നമുക്കൊരു മൂവി കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ റിവ്യൂ പോയി കാണാതിരിക്കുക. കാരണം പല ആളുകളും മിക്സഡ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് ഇടുന്നത്. ചില ആളുകൾ PR വർക്കുകൾ എടുത്തുകൊണ്ട് മൂവിയെ എങ്ങനെ മോശമായി പറയാൻ പറ്റും അത്രയ്ക്കും മോശമായിട്ടുള്ള റിവ്യൂസ് ചെയ്യും. ചില ആളുകൾ ഇതേപോലെ തന്നെ ഏറ്റവും മോശമായ പടത്തിനെ അത്രയ്ക്കും ഹൈപ്പെല്ലാം നൽകിക്കൊണ്ടുള്ള റിവ്യൂസും ഇടും. അതുകൊണ്ട് തന്നെ ഈ റിവ്യൂസ് എല്ലാം കണ്ടുകൊണ്ട് മൂവി കാണാൻ പോകണമെന്നുള്ളതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റുകൾ ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ ചില കോമഡികൾ കാണുമ്പോൾ ഞാൻ ചിരിച്ചെന്ന് വന്നേക്കാം, എന്നാൽ എൻ്റെ അടുത്തിരിക്കുന്ന നിങ്ങൾക്കതൊരു കോമഡി ആയിട്ട് തോന്നുന്നുണ്ടാകില്ല. അങ്ങനെ ചില ആളുകൾ ഒരു ഇമോഷണൽ സീൻ വരുമ്പോൾ കരയുന്നവരായിരിക്കാം. ചില ആളുകൾക്ക് അതൊരു കോമാളിത്തരമായിട്ടോ അല്ലെങ്കിൽ അതൊരു തമാശയായിട്ടോ അങ്ങനെയെല്ലാം ഫീൽ ചെയ്യുന്നവരുമായിരിക്കാം. അപ്പോൾ ഓരോരുത്തർ വന്ന് പറയുന്ന അഭിപ്രായങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് മറ്റുള്ളൊരാളുടെ ഇഷ്ടം നോക്കിക്കൊണ്ട് നമ്മളൊരു മൂവി പോയി കാണാൻ നിൽക്കരുത്. നമ്മൾക്ക് ഒരു മൂവി കാണാൻ ആഗ്രഹമുണ്ട്, നമ്മുടെ ഫാമിലിയുമായിട്ട് ഈ ഒരു മൂവി കാണാൻ പോകണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ പോയി കാണുക. അല്ലാതെ ഇതുപോലത്തെ റിവ്യൂസ് എല്ലാം കണ്ടതിന് ശേഷം ഒരുപാട് ഹൈപ്പ് നൽകി ഒരു മൂവി കാണാൻ വേണ്ടി പോയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസിനുള്ള ഒരു മൂവിയല്ല നിങ്ങൾ കണ്ടുവന്നത് എങ്കിൽ നിങ്ങൾക്കതൊരു നിരാശ തന്നെയായിരിക്കില്ലേ? അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഈ റിവ്യൂസ് ഒന്നും കണ്ടുകൊണ്ട് മൂവി പോയി കാണരുത്. മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലറോ ടീസറോ കണ്ടതിന് ശേഷം നിങ്ങൾക്കുണ്ടാവില്ലേ ഈ മൂവി ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന്, അങ്ങനെ പോയി കാണണം. എനിവേ, എനിക്ക് എന്തായാലും ദൃശ്യം 3 മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഒരുപാട് ഹൈപ്പ് നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ്സും ഞാൻ ഈ മൂവിയെക്കുറിച്ച് പറയാൻ പോകുന്നില്ല. ഒരു ഓക്കെ മൂവി, നമുക്കൊരു 1 ടൈം വാച്ചാണ്. നല്ല രീതിയിൽ തന്നെയാണ് സിനിമ പൂർത്തീകരിച്ചിരിക്കുന്നത്. എനിവേ, ദൃശ്യം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായി പറയുക.